Today we are going to orange തോട്ട. ഇന്ന് നമ്മൾ ഓറഞ്ച് തോട്ടം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. റിയാദിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരത്തായിട്ടുള്ള ഹരീക്ക് എന്ന് പറയുന്ന സിറ്റിയിലോട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര. ഹായ്, വെൽക്കം ടു മൈ ചാനൽ ചേസിങ് മൊമെൻറ്റ്സ് ആൻഡ് ക്രിയേറ്റിംഗ് മെമ്മറീസ്. യെസ്, ഓരോ ദിവസവും ഓരോ മെമ്മറീസാണ്. ബിക്കോസ് ഓൾവേസ് ടൈം ഇസ് റണ്ണിങ്. എല്ലാ മൊമെൻറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യണ്ടേ? അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസം. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവരും മുഴുവനും കാണില്ലേ? കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. റിയാദിൽ നിന്ന് ഏകദേശം ഒരു 110 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഹരീക്കിലെ ഫാമിലോട്ട്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. അതിനിടയിലെ കണ്ട കാഴ്ചകൾ വളരെ സൗദിയുടെ പ്രാചീനതയെ ഉണർത്തുന്നതായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ചുറ്റുമുള്ള ആ മരുഭൂമിയും അതുപോലെ മണൽപ്പുറ്റുകളും, പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയത് ഈ ഒട്ടകത്തെയാണ് കേട്ടോ. ഒട്ടകത്തെ ഇങ്ങനെ അവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ്. പാവം, അതിനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വിഷമൊക്കെ തോന്നി. എനിവേ, ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തി. ഫാം ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അകത്തോട്ട് കയറി. അൽമുമറ ഫാം സിമെൻറ്റ് കട്ടകളൊക്കെ കൊണ്ട് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്ന കിലോമീറ്ററുകളോളം നീളുന്ന ഒരു ഫാം. അതിനകത്ത് കയറിയാൽ നമ്മൾ കാണുന്നത് വേറൊരു ലോകമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ സൗദികൾ വളരെ കുറവായിരുന്നു. കൂടുതലും മലയാളീസ് ഉണ്ടായിരുന്നു, ഹൈദരാബാദീസിനെ കണ്ടു, തമിഴിയൻസിനെ കണ്ടു, അങ്ങനെ ഒരുപാട് ഇന്ത്യൻസിനെ അവിടെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഈജിപ്ഷ്യൻസ്, ജോർദാനീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻലി അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്നത് സൗദികളും അതുപോലെ തന്നെ സുഡാനീസും ഉണ്ടായിരുന്നു. അതിലൊരു അറബി ചേട്ടൻ നമ്മളെയും കൊണ്ട് പോവുകയാണ്. എന്തിന്? ടിക്കറ്റ് എടുക്കണം. അവിടെ ഒരാൾക്ക് പാസ് ഹെഡ് 35 റിയാലാണ് കേട്ടോ നമ്മൾ പേ ചെയ്തത്. അതൊരു സ്റ്റോറേജ് പോലെയാണ്. ഇത് ഡിഫറെൻറ്റ് സൈസസ് മോഡൽസിലുള്ള ഓറഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാൻ അവിടെ ഗൈഡും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് അതെല്ലാം നോക്കി കണ്ടിട്ട് പെട്ടെന്ന് പാസ് കിട്ടി അകത്ത് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ചിന്ന കവർ അവർ തന്നത്. ഇവിടെ ലുലുവിന്റെ കവർക്ക് ഇരിപ്പുണ്ട്. പറ്റില്ല, ഒരാൾക്ക് ഒരു കവർ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കവർ നിറയെ നമുക്ക് ഓറഞ്ച് പറിക്കാം. പക്ഷേ കവറ് വളരെ ചെറുതായി പോയി. എനിവേ, നമ്മൾ ID ബാൻഡൊക്കെ ഇട്ട് ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വിജയാക്കയും അതുപോലെ തന്നെ ബൃന്ദാക്കയും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. സോ അവരുള്ളതുകൊണ്ട് നല്ലൊരു ചിൽ വൈബായിരുന്നു നമുക്ക്. പിന്നെ മമ്മിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം നാട്ടിൽ എത്തിയൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം ഒത്തിരി പച്ചപ്പൊക്കെ കണ്ടപ്പം വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിരുന്ന് വിഷമത്തിലായിരുന്നു. എനിവേ, നമ്മൾ പോകുകയാണ് അകത്തോട്ട്. കിലോമീറ്ററോളം കിടക്കുന്ന ഓറഞ്ച് തോട്ടം. എത്ര ചെടികളുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരും ഓറഞ്ചുമായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടോ ഈ ഓറഞ്ച് എല്ലാം ഇങ്ങനെ കൊലകൊലയായിട്ട് കിടക്കുന്നത്? തിന്നാൻ വന്നാണോ പറിക്കാൻ വന്നാണോ? ഇലകളെക്കാളും കൂടുതൽ ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. നല്ല ഉയരത്തിലും ഉണ്ട്. പക്ഷെ ബഡ്ഡിങ് തൈകളായതുകൊണ്ട് നമ്മൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന ദൂരത്തിലുണ്ട്. പക്ഷെ ഒത്തിരി വിഷമിച്ചൊരു കാര്യം, ഒരുപാട് നിലത്ത് ചാടി വെറുതെ അളിഞ്ഞു പോകുന്നുണ്ട്. അതും നമുക്കൊരു സങ്കടം തോന്നിയൊരു കാര്യമായിരുന്നു. അങ്ങനെ മമ്മി ഇങ്ങനെ പെട്ടെന്ന് എല്ലാം പറിച്ചെടുക്കുന്നുണ്ട് നോക്കി. കാരണം അവർക്ക് കുറച്ചുകൂടെ പഴങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും പഴുത്തതേതാ പച്ചയേതാണ് എങ്ങനെയാണ് എന്നൊക്കെ. മമ്മി എല്ലാം ചെക്ക് ചെയ്ത് ഞെക്കിയൊക്കെ നോക്കി ആവശ്യമുള്ളതൊക്കെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടുതലും റീൽസ് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. ഓറഞ്ച് പറിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കുന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂറോളം നമ്മൾ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു.
ഓറഞ്ച് പറിച്ചു, കഴിച്ചു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. ചില ആളുകൾ മാറ്റൊക്കെ ആയിട്ട് വന്ന് ജ്യൂസറൊക്കെ ആയിട്ട് വന്നിരുന്ന് ജ്യൂസൊക്കെ അടിച്ച് കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യും, മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ്. ലൊക്കേഷൻ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഈ മാസം തന്നെ എല്ലാവരും പോകുക. ജനുവരിയിലാണ് കൂടുതലും ഈ ഒരു സീസൺ കണ്ടുവരുന്നത്. അതിനുശേഷം ഞങ്ങൾ കുറേ പട്ടി ഷോകളായിരുന്നു കേട്ടോ. കുറേ റീൽസ് എടുത്തു. റീൽസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ബഡ്ഡിങ് നഴ്സറിയിലോട്ട് പോയി. അപ്പോഴാണ് അവിടെ മൈലാഞ്ചി നിൽക്കുന്നത് കണ്ടത്. വിജയൊക്കെയാണെങ്കിൽ അത് തന്നെ വേണം. പിന്നെ വീട്ടിൽ ചെന്നത് അരച്ച് എൻ്റെ ഫോട്ടോ അയച്ചു തന്നു. അത് ഇതാണ് കേട്ടോ. അതിന് ശേഷമാണ് ആൾ ഹാപ്പി ആയത്. You know, Amala, same like my village. They're going like this with buffaloes. Really? You have buffaloes? Very nice. ഇത് സൗദി അറേബ്യയിലെ ലേക്കാണ് കേട്ടോ. സൂപ്പർ വൈബ്. ജസ്റ്റ് റോഡിൽ കൂടെ പോയപ്പോൾ കണ്ടതാണ്. സോ വി ജസ്റ്റ് അപ്പോൾ ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഓറഞ്ചായിരുന്നു. മറ്റൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ റിയാദിൽ ഏകദേശം എത്താറായപ്പോൾ തന്നെ നമ്മളൊരു സജഷൻ ഇട്ടു, അൽ റൊമാൻസിയെ പോകാമെന്ന്. അങ്ങനെ ഞാനും ബൃന്ദയും വിജയൊക്കെ ചേട്ടായും മമ്മിയും എല്ലാവരും കൂടെ അൽ റൊമാൻസിയിലോട്ട് പോവാണ്. പിന്നെ അവിടെ ചെന്നു ഫുഡെല്ലാം ഓർഡർ ചെയ്തു. നമ്മൾ മന്തിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതുപോലെ കൂടെ തന്നെ ഒരു സ്പൈസി ചിക്കൻ കിറ്റും ഉണ്ടായിരുന്നു. സെയിം ലൈക്ക് ബട്ടർ ചിക്കൻ, ബട്ട് ദിസ് ഈസ് ഓൾസോ വെരി ഡെലീഷ്യസ്. അങ്ങനെ അത് രണ്ടും വന്നു. പെട്ടെന്ന് തന്നെ ചെറപറാന്ന് നമ്മൾ കഴിച്ചു. ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല ഈസിയാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സിസ്റ്റമൊന്നുമില്ല. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും നമുക്കൊരു യൂണിറ്റി വരും. നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കഴിക്കുന്നു. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. അപ്പോൾ അത് ഈ സൗദി അറേബ്യയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ സുപ്രയിൽ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആദ്യം കഴിക്കുമ്പോഴേക്കും എനിക്ക് ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. എല്ലാവരും പറ്റുവാണെങ്കിൽ ഈ ജനുവരി തന്നെ പോയിട്ട് ഹരീക്കിലുള്ള ഓറഞ്ച് ഫാം വിസിറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇനി അനദർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.